Good morning. Today we can discuss what is contract costing. ഓക്കെ, അപ്പോൾ കോൺട്രാക്റ്റ് എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയാം. കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് എൻ അഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ടു പാർട്ടീസ് ബൈ വിച്ച് വൺ പാർട്ടി അഗ്രീസ് ടു അണ്ടർടേക്ക് ആൻഡ് കംപ്ലീറ്റ് എ ജോബ് ഓർ എ പീസ് ഓഫ് വർക്ക് ഫോർ എൻ അഗ്രീഡ് പ്രൈസ്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞെല്ലാം കോൺട്രാക്റ്റ് എന്താണെന്നുള്ളത് പഠിച്ചതാണ്. അപ്പോൾ ഈ കോൺട്രാക്റ്റിൽ ദർ ആർ ടു പാർട്ടീസ് ഇൻ എ കോൺട്രാക്റ്റ്. ആരൊക്കെയാണ്? ദ കോൺട്രാക്ടർ ആൻഡ് ദ കോൺട്രാക്റ്റി. ഓക്കെ, അപ്പോൾ നമ്മൾ ലോയിൽ പറഞ്ഞത് ആരൊക്കെയാണ് രണ്ട് പാർട്ടീസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ടേം ഇവിടെ യൂസ് ചെയ്യണമെന്നില്ല. കോൺട്രാക്ടർ ആൻഡ് കോൺട്രാക്റ്റി എന്നുള്ള വേർഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ കോൺട്രാക്ടർ എന്ന് പറഞ്ഞാൽ ആരെയാണ്? ദ പേഴ്സൺ ഹൂ അണ്ടർടേക്സ് ദ വർക്ക്. ആരാണോ ഈ കോൺട്രാക്റ്റ് ഏറ്റെടുക്കുന്നത് അവരെയാണ് കോൺട്രാക്ടർ എന്ന് പറയുന്നത്. കോൺട്രാക്റ്റി എന്ന് പറഞ്ഞാലോ, ഇറ്റ് ഈസ് ദ കോൺട്രാക്റ്റി ഈസ് ദ പേഴ്സൺ ഹൂ ഗീവ്സ് ദ കോൺട്രാക്റ്റ് ഓർ ഫോർ ഹൂം വർക്ക് ഇസ് ഡൺ. ആർക്ക് വേണ്ടിയിട്ടാണോ നമ്മൾ കോൺട്രാക്റ്റ് ഏറ്റെടുക്കുന്നത് അവരെയാണ് കോൺട്രാക്റ്റ് എന്ന് പറയുക. ഇപ്പോൾ ഒരു കോൺട്രാക്ടർ ഒരു വീടിൻ്റെ പണി ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ആ കോൺട്രാക്ടർ എന്ന് പറയുന്നത് ആരാണ്? ആ വീടിൻ്റെ പണി ഏറ്റെടുക്കുന്ന ആൾ. ആർക്ക് വേണ്ടിയിട്ടാണോ വീടുണ്ടാക്കി കൊടുക്കുന്നത് അവരെയാണ്, ഉടമസ്ഥനെയാണ് എന്തെന്ന് പറയുന്നത്? കോൺട്രാക്റ്റി. ഓക്കെ, അപ്പോൾ കോൺട്രാക്ട്സ് ആർ ടേക്കൺ ഫോർ, ഒന്നുകിൽ എന്തിനു വേണ്ടിയിട്ടായിരിക്കാം? ഫോർ ദ കൺസ്ട്രക്ഷൻ ഓഫ് എ ബിൽഡിംഗ്, ഡാം ഓർ ബിൽഡിംഗ് എ ഷിപ്പ് എക്സെട്ര. മനസ്സിലായില്ല? അപ്പോൾ കോൺട്രാക്ട് കോസ്റ്റിംഗ് എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലായോ? അപ്പോൾ എപ്പോഴും കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ ലാർജ് ജോബ്, ഇറ്റ് യൂഷ്വലി ടേക്സ് എ ലോങ് ടൈം ഫോർ കംപ്ലീഷൻ ആൻഡ് ഇറ്റ് ഈസ് അണ്ടർടേക്കൺ ഫോർ എ ഫിക്സഡ് പ്രൈസ്. ആ ഫിക്സഡ് പ്രൈസിനെ, ഇപ്പോൾ നമ്മളൊരു വീട് പണി ഇത്ര 10 ലക്ഷം രൂപ അല്ലെങ്കിൽ 1 crore തീർത്ത് തരാമെന്ന് പറഞ്ഞ് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അതിനെയാണ് ആ ഫിക്സഡ് പ്രൈസ് ഇസ് നോൺ ആസ് കോൺട്രാക്ട് പ്രൈസ്. ആൻഡ് ദിസ് കോൺട്രാക്ട് price is payable either in full completion of the work or contract or in installment according to the progress of the work done. ഓക്കെ, അപ്പോൾ ഒന്നുകിൽ ഒറ്റയടിക്ക് കൊടുത്ത് തീർക്കും. ആ 1 crore എന്നുള്ളത് ആദ്യം തന്നെ ഏൽപ്പിക്കും, പണി കഴിഞ്ഞ ഉടനെയോ അല്ലെങ്കിൽ അങ്ങനെയായിട്ട് ഏൽപ്പിക്കാം. അല്ലെങ്കിൽ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ് ഈ കോൺട്രാക്ട് പ്രൈസ് പേ ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ എന്താണ് കോൺട്രാക്റ്റ് എന്നുള്ളത് മനസ്സിലായോ? ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വാട്ട് ഈസ് കോൺട്രാക്ട് കോസ്റ്റിംഗ് എന്നുള്ളതാണ്. അപ്പോൾ കോൺട്രാക്ട് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സ്പെഷ്യൽ ഫോം ഓഫ് ജോബ് കോസ്റ്റിംഗ്. ജോബ് കോസ്റ്റിംഗ് നമ്മൾ പഠിച്ചതാണ് സ്പെഷ്യൽ ഓർഡർ കോസ്റ്റിംഗ് ആണ് എന്നുള്ളത്. അതായത് കസ്റ്റമേഴ്സ് റിക്വയർമെൻറ്റ്സിനനുസരിച്ചിട്ടാണ് ഇത് പോകുന്നത്. അപ്പം ഇവിടെയും കോൺട്രാക്ട് കോസ്റ്റിങ്ങും ഇറ്റ് ഈസ് എ സ്പെഷ്യൽ ഫോം ഓഫ് ജോബ് കോസ്റ്റിംഗ്. ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് അലൗഡ് ബൈ ദോസ് കൺസേൺസ് വിച്ച് അണ്ടർടേക്ക് കൺസ്ട്രക്ഷൻ വർക്ക്. ഈ കൺസ്ട്രക്ഷൻ വർക്ക് അണ്ടർടേക്ക് ചെയ്യുന്ന ഏറ്റെടുക്കുന്ന കമ്പനീസ് അല്ലെങ്കിൽ ഫേംസ് ആണ് ദിസ് മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് ഇസ് ഫോളോഡ്. ഓക്കെ, അപ്പം പിന്നൊരു കാര്യം നോക്കേണ്ടത്, കോൺട്രാക്ട് കോസ്റ്റിങ്ങിന് വേറൊരു പേരിലും കൂടെ അറിയപ്പെടുന്നുണ്ട്, ടെർമിനൽ കോസ്റ്റിംഗ് എന്ന് പറയും. It is called so because the preparation of contract account is terminated or closed after the completion of the contract. നമ്മളിപ്പോൾ ഒരു കോൺട്രാക്റ്റ് ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കോൺട്രാക്റ്റ് കഴിയുന്നതോടുകൂടി ആ കോൺട്രാക്റ്റ് അക്കൗണ്ട് ഗെറ്റ്സ് ക്ലോസ്ഡ്. മനസ്സിലായില്ല? അത് അവിടെ അടച്ചു പൂട്ടുക ചെയ്യുന്നത്. ദാറ്റ് ഈസ് വൈ ദിസ് കോസ്റ്റിംഗ് ഈസ് ഓൾസോ നോൺ ആസ് ടെർമിനൽ കോസ്റ്റിംഗ്. മനസ്സിലായോ? ഇതിൻ്റെ ഒരു ഡെഫിനിഷൻ നമുക്ക് നോക്കാം. അക്കോർഡിംഗ് ടു ICMA London, contract costing is that form of specific order costing which applies where work is undertaken at customer's special requirements and each order is of long duration. അതായത് ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കോൺട്രാക്ട് കോസ്റ്റിങ്ങിൽ എന്താ പറയുന്നത്? ഇറ്റ് ഈസ് ദാറ്റ് ഫോം ഓഫ് കോസ്റ്റിംഗ്, ഇറ്റ് ഈസ് ഒരു സ്പെഷ്യൽ ഫോം ഓഫ് സ്പെഷ്യൽ ഓർഡർ കോസ്റ്റിംഗ് ആണ്, വിച്ച് അപ്ലൈസ് വെയർ വർക്ക് ഇസ് അണ്ടർടേക്കൺ ടു കസ്റ്റമേഴ്സ് റിക്വയർമെൻറ്റ്സ്. ഇവിടെ വർക്കിൻ്റെ നേച്ചർ എങ്ങനെയാണ് വരുന്നത്? കസ്റ്റമർ റിക്വയർമെൻറ്റ്സിനനുസരിച്ചിട്ടാണ് ആ വർക്ക് ഏറ്റെടുക്കുന്നത്. ആൻഡ് ഈച്ച് ഓർഡർ ഇസ് ഓഫ് ലോങ് ഡ്യൂറേഷൻ. ഓരോ വർക്കിനും ലോങ് ഡ്യൂറേഷനാണ് വരുന്നത്. ആൻഡ് ദ വർക്ക് ഇസ് യൂഷ്വലി ഓഫ് കൺസ്ട്രക്ഷണൽ ഇൻ നേച്ചർ. അപ്പോൾ അങ്ങനെയുള്ള വർക്കാണ് ഏതിൽ വരുന്നത്? കോൺട്രാക്ട് കോസ്റ്റിങ്ങിൽ വരുന്നത്, കൺസ്ട്രക്ഷൻ ടൈപ്പിൽ.
അപ്പം കോൺട്രാക്ട് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് എസർട്ടൈനിങ് ദ കോസ്റ്റ് ഓഫ് എ കോൺട്രാക്ട്. ഒരു കോൺട്രാക്റ്റ് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കോസ്റ്റ് എത്ര വരുന്നു, ആ കോൺട്രാക്റ്റിൻ്റെ കോസ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്ന കോസ്റ്റിംഗ് മെത്തേഡിനെയാണ് കോൺട്രാക്ട് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ കോൺട്രാക്ട് കോസ്റ്റിംഗ് ഇസ് അപ്ലിക്കബിൾ ടു ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ, അതേപോലെ റോഡ് കൺസ്ട്രക്ഷൻ, ബ്രിഡ്ജ് കൺസ്ട്രക്ഷൻ, ഷിപ്പ് ബിൽഡിംഗ് എക്സെട്ര. അപ്പോൾ ഒരു കോൺട്രാക്റ്റ് ഏറ്റെടുക്കുക ചെയ്യും ഇങ്ങനെ ഒരു ഇത് കംപ്ലീറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുള്ള. മനസ്സിലായോ? അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് കോൺട്രാക്ട് കോസ്റ്റിംഗ് എന്നുള്ളതാണ്. അപ്പോൾ കോൺട്രാക്ട് കോസ്റ്റിംഗ് ഇസ് ജനറലി ഓഫ് എന്താ പറയുക ലാർജ് സൈസ് and therefore a contractor usually എന്താണ് carries out a small number of contract at a particular point of time. എപ്പോഴും ഈ കോൺട്രാക്റ്റിന് കുറേ ഒരു കോൺട്രാക്റ്റ് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അത് തീരാൻ വേണ്ടിയിട്ട് കുറേ ടൈം എടുക്കും. കാരണം ഒരു ഡാമിൻ്റെ കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ, ബ്രിഡ്ജ് കൺസ്ട്രക്ഷൻ ഒക്കെ ആണെങ്കിൽ അതിന് കുറേ ടൈം എടുക്കുമല്ലോ. അതുകൊണ്ട് ഒരു ടൈമിൽ എന്താ പറയുക ലാർജ് സൈസ് ആയതുകൊണ്ട് കോൺട്രാക്ടർ എങ്ങനെ എടുക്കുള്ളൂ എന്നാണ് പറയുന്നത്, കുറച്ചെണ്ണങ്ങളെ ഒരു സമയത്ത് ഏറ്റെടുക്കാൻ പറ്റുള്ളൂ. സ്മോൾ നമ്പർ ഓഫ് കോൺട്രാക്ട്സ് അറ്റ് എ പെർട്ടിക്കുലർ പോയിൻ്റ് ഓഫ് ടൈം. വേറൊരു പോയിന്റ് പറയുന്നത് എ കോൺട്രാക്ട് ജനറലി ടേക്സ് മോർ ദാൻ 1 year ടു കംപ്ലീറ്റ്. അതായത് ഒരു കോൺട്രാക്റ്റ് ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യൂഷ്വലി അതിൻ്റെ ടൈം ഗ്യാപ്പ് എന്ന് പറയും എത്ര ടൈം എടുക്കും എന്നാണ് പറയുന്നത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, മോർ ദാൻ 1 year. ഓക്കെ. പിന്നെ വരുന്നത് വർക്ക് ഓൺ കോൺട്രാക്ട് ഈസ് ക്യാരിഡ് ഔട്ട് അറ്റ് ദ സൈറ്റ് ഓഫ് കോൺട്രാക്ട് ആൻഡ് നോട്ട് ഇൻ ദ ഫാക്ടറി പ്രിമിസസ്. അതായത് എപ്പോഴും ഈ കോൺട്രാക്ട് വർക്ക് ഏറ്റെടുക്കുന്നത് സൈറ്റിലാണ്, അല്ലാണ്ട് ദ വർക്ക് ഇസ് എക്സിക്യൂട്ടഡ് അറ്റ് ദ കസ്റ്റമേഴ്സ് സൈറ്റ് ആൻഡ് നോട്ട് ഇൻ ദ ഫാക്ടറി എന്നാണ് പറയുന്നത്. ദെൻ വൺ മോർ പോയിൻറ്റ്, ഈച്ച് കോൺട്രാക്ട് അണ്ടർടേക്കൺ ഇസ് ട്രീറ്റഡ് ആസ് എ കോസ്റ്റ് യൂണിറ്റ്. ഓരോ കോൺട്രാക്റ്റും നമ്മൾ എങ്ങനെയായിട്ടാണ് കണക്കാക്കുന്നത്, ഒരു കോസ്റ്റ് യൂണിറ്റ് ആയിട്ടാണ് കണക്കാക്കുക. എ സെപ്പറേറ്റ് കോൺട്രാക്റ്റ് അക്കൗണ്ട് ഇസ് പ്രിപ്പയർഡ് ഫോർ ഈച്ച് കോൺട്രാക്ട്. അപ്പം ബ്രിഡ്ജ് കൺസ്ട്രക്ഷൻ ആണ്, അതിനൊരു സെപ്പറേറ്റ് കോൺട്രാക്റ്റ് അക്കൗണ്ട് ഉണ്ടാവും. ഹൗസിംഗ് ആണെങ്കിൽ അതിൻ്റെത് വേറെ ഉണ്ടാവും. സോ ഈച്ച് എന്താ പറയുക എ സെപ്പറേറ്റ് കോൺട്രാക്റ്റ് അക്കൗണ്ട് ഇസ് പ്രിപ്പയർഡ് ഫോർ ഈച്ച് കോൺട്രാക്ട്. ദെൻ നിയർലി ഓൾ എന്താ പറയുക ലേബർ കോസ്റ്റ് വിൽ ബി ഡയറക്റ്റ്. ഇതിൽ എങ്ങനെയാണെന്ന് അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ആ സമയത്ത് നോക്കാം, കോൺട്രാക്റ്റ് അക്കൗണ്ടൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നോക്കാം. ദെൻ മോസ്റ്റ് എക്സ്പെൻസസ് ആർ ഓൾസോ ഡയറക്റ്റ്. അതായത് ലേബറും എക്സ്പെൻസസ് ഒക്കെ ഉണ്ടാവുമല്ലോ, ഇലക്ട്രിസിറ്റി, ടെലിഫോൺ, ഇൻഷുറൻസ്, ഇതെല്ലാം ഇവിടെ ഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. പിന്നെ വേറൊരു പോയിന്റ് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ വർക്ക് ഇസ് അണ്ടർടേക്കൺ ആസ് പെർ ദ റിക്വയർമെൻറ്റ്സ് ഓഫ് ദ കസ്റ്റമർ. കോൺട്രാക്റ്റ് എന്താണോ ആവശ്യപ്പെടുന്ന അവരുടെ റിക്വയർമെൻറ്റ്സിനനുസരിച്ചിട്ടാണ് കോൺട്രാക്റ്റ് വർക്ക് ഏറ്റെടുക്കുക. പിന്നെ കൺസ്ട്രക്ഷൻ അത് ഓൾറെഡി മെൻഷൻ ചെയ്ത് കഴിഞ്ഞ് കൺസ്ട്രക്ഷൻ വർക്കിനാണ് ഈ കോൺട്രാക്ട് കോസ്റ്റിംഗ് യൂഷ്വലി ഫോളോ ചെയ്യുന്നത്. ഓക്കെ. വെൻ കമ്പയർഡ് ടു ജോബ്സ് കോൺട്രാക്ട് എന്ന് പറയുന്നത് ഇറ്റ് ടേക്സ് എ ലോങ്ങർ ടൈം ഫോർ കംപ്ലീഷൻ. എന്തായാലും 1 year കൂടുതൽ എടുക്കുമെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് എന്താണെന്നാണ് പറഞ്ഞത്, കോൺട്രാക്ട് കവേഴ്സ് മോർ ദാൻ 1 അക്കൗണ്ടിങ് ഇയർ. അപ്പോൾ ഒരു കോൺട്രാക്ട് കംപ്ലീറ്റ് ഈവൻ ഇഫ് എ കോൺട്രാക്ട് ഇസ് നോട്ട് കംപ്ലീറ്റഡ് കോൺട്രാക്ട് അക്കൗണ്ട് വിൽ ബി പ്രിപ്പയർഡ് അറ്റ് ദി എൻഡ് ഓഫ് ദി അക്കൗണ്ടിങ് പീരിയഡ്. പിന്നെ ഈ പറഞ്ഞ സാധനങ്ങൾ മോസ്റ്റ് ഓഫ് ദി എക്സ്പെൻസസ് ഇൻകേർഡ് ആർ ഡയറക്റ്റ്. ഇൻഡയറക്റ്റ് കോസ്റ്റ് മേ കോൺസ്റ്റിറ്റ്യൂട്ട് എ വെരി സ്മോൾ പോർഷൻ ഓഫ് ദി ടോട്ടൽ കോസ്റ്റ് എന്നാണ് പറയുന്നത്. പിന്നെ പ്രോഫിറ്റ് അപ്പോൺ ദി ഇൻകംപ്ലീറ്റ് കോൺട്രാക്ട് ഇസ് കോൾഡ് നോഷണൽ പ്രോഫിറ്റ്. ഇതിൽ നിങ്ങൾക്കൊരു ടേം എപ്പോഴും വരുന്നതാണ് നോഷണൽ പ്രോഫിറ്റ്. നോഷണൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻകംപ്ലീറ്റ് കോൺട്രാക്റ്റ് എന്നുള്ള പ്രോഫിറ്റിനെ നമ്മൾ നോഷണൽ പ്രോഫിറ്റ് എന്ന് പറയുക. ഇറ്റ് ഇസ് നോട്ട് ദ ആക്ച്വൽ പ്രോഫിറ്റ്, ശരിക്കുള്ള പ്രോഫിറ്റ് അല്ല. ഇപ്പം പകുതി പണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് വരുന്ന പ്രോഫിറ്റ്, അതൊരു ഫുൾ പ്രോഫിറ്റ് എന്ന് പറയാൻ പറ്റില്ലല്ലോ അതിനെ. Therefore only a portion of the notional profit is taken to the credit of profit and loss account. Actual profit എങ്ങനെ അസർട്ടൈൻ ചെയ്യുന്നതെന്നാണ് പറയുന്നത് ആഫ്റ്റർ ദ കംപ്ലീഷൻ ഓഫ് ദി കോൺട്രാക്ട്. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞ് കോൺട്രാക്ട് കോസ്റ്റിംഗ് ആപ്ലിക്കബിൾ ചെയ്യുന്നത് ഏതൊക്കെ ടൈപ്പ് ഓഫ് ഫേംസ് ആണ്. ഇറ്റ് ഈസ് അഡോപ്റ്റഡ് ബൈ ബിൽഡേഴ്സ്, സിവിൽ എഞ്ചിനീയേഴ്സ്, മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് എക്സെട്ര. ആൻഡ് ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ടു ബിസിനസ് കൺസേൺസ് അണ്ടർടേക്കിംഗ് കൺസ്ട്രക്ഷൻ വർക്ക്, എഞ്ചിനീയറിംഗ് പ്രോജക്റ്റ് എക്സെട്ര. പിന്നെ അതേപോലെ കൺസ്ട്രക്ഷൻ ഓഫ് റോഡ് അങ്ങനെ ഏറ്റെടുക്കുന്ന കമ്പനീസ് ഉണ്ടാവുമല്ലോ, ബ്രിഡ്ജസ്, ലാർജ് എസ്റ്റേറ്റ്സ് ഓർ കോംപ്ലക്സസ്, ബോയിലേഴ്സ് എക്സെട്ര. ഓക്കെ. So next we can see what are the difference between contract costing and job costing.
മെയിൻ പോയിൻറ്റ്സ് ഓഫ് ഡിഫറൻസ് നമുക്ക് എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം. ഫസ്റ്റ് വരുന്നത് കോൺട്രാക്റ്റ് ഇസ് ബിഗ് ഇൻ സൈസ്. നേരെ മറിച്ച് ജോബ് എന്ന് പറഞ്ഞാൽ എന്താ, സ്മോൾ. നേരത്തെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ജോബ് കോസ്റ്റിങ്ങിൽ ഒന്നുകിൽ ഒരു ഫേർണിച്ചറിനുള്ള ഓർഡർ പ്ലേസ് ചെയ്യുക, അതൊക്കെയാണ് ജോബ് കോസ്റ്റിങ്ങിൽ സ്മോൾ ഇൻ സൈസ്. നേരെ മറിച്ചിട്ട് കോൺട്രാക്ട് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ബ്രിഡ്ജ് അല്ലെങ്കിൽ ഡാം അങ്ങനെയുള്ള വലിയ വലിയ സംഭവങ്ങളാണ് വരിക. സോ ഇറ്റ് ഈസ് ബിഗ് ഇൻ സൈസ്. ഇനി കോൺട്രാക്ട് വർക്ക് ഇസ് ഡൺ അറ്റ് സൈറ്റ്. കോൺട്രാക്ട് വർക്ക് ഇപ്പോൾ പാലത്തിൻ്റെ പണി ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ എവിടെയാണോ അതിൻ്റെ സൈറ്റ് അവിടെ പോയിട്ടാണ് ചെയ്ത് കൊടുക്കുക. നേരെ മറിച്ച് വേറെ ജോബ്സ് ആർ യൂഷ്വലി ക്യാരീഡ് ഔട്ട് ഇൻ ഫാക്ടറി പ്രിമിസസ്. ഒരു ഫേർണിച്ചർ ഉണ്ടാക്കാൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് എവിടെയാണോ ഉണ്ടാക്കുന്നത് അതിൻ്റെ ഫാക്ടറി പ്രിമിസസ് തന്നെയാണ് അത് ചെയ്യുന്നത്. വേണമെങ്കിൽ സൈറ്റിലും ചെയ്യാം, ഫർണിച്ചറൊക്കെയാണ്. പക്ഷേ യൂഷ്വലി ജോബ് കോൺട്രാക്റ്റിംഗ് ജോബിൽ എങ്ങനെയാണ് വർക്ക് ഇസ് ഡൺ ഓർ ഇറ്റ് ഈസ് ക്യാരീഡ് ഇൻ ഫാക്ടറി പ്രിമിസസ്. Then a contract requires more time to complete, whereas a job takes usually less time to complete. ഞാൻ ഈ എക്സാമ്പിൾ വെച്ച് പറഞ്ഞിരുന്നത് നിങ്ങൾ പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഒരു ഫർണിച്ചറൊക്കെ ഏറ്റെടുക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് നമുക്ക് തീർത്തെടുക്കാം. പക്ഷേ ഒരു ഈ എന്താ പറയുക, കൺസ്ട്രക്ഷൻ ഓഫ് ബിൽഡിംഗ് ഒക്കെ ആണെങ്കിൽ കോൺട്രാക്ട് എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് റിക്വയേഴ്സ് മോർ ടൈം ടു കംപ്ലീറ്റ്. Then most of the expenses or cost can be directly allocated to കോൺട്രാക്ട്. കോൺട്രാക്റ്റിൽ ഇപ്പോൾ ലേബർ ആയിക്കോട്ടെ, മെറ്റീരിയൽസ് ആയിക്കോട്ടെ, ഇപ്പോൾ ഇങ്ങനെ ഇലക്ട്രിസിറ്റി സംഭവങ്ങളെല്ലാം നമ്മൾ ഡയറക്റ്റ് കോസ്റ്റ് ആയിട്ടാണ് എടുക്കുന്നത്. ബട്ട് വേറെ വൈൽ കോസ്റ്റ് ആർ ജനറലി അപ്പോർഷൻഡ് ഇൻ കേസ് ഓഫ് ജോബ് കോസ്റ്റിംഗ്. ജോബ് കോസ്റ്റിങ്ങിൽ നമ്മൾ എന്ത് നോക്കും, വേരിയബിൾ കോസ്റ്റ് ഏതൊക്കെയാണ്, ഫിക്സഡ് കോസ്റ്റ് ഏതൊക്കെയാണ്, അങ്ങനെ ഇറ്റ് ഈസ് അപ്പോർഷൻഡ്. ഓക്കെ. The next difference is contract costing is applied in construction work, ഓൾറെഡി മെൻഷൻ ചെയ്തതാണ്. ബട്ട് ജോബ് കോസ്റ്റിംഗ് ഇസ് അപ്ലൈഡ് ഇൻ പ്രൊഡക്ഷൻ. ഇതൊക്കെ ശരിക്കും പോയിന്റ് നോട്ട് ചെയ്യണം കേട്ടോ. ദെൻ അണ്ടർ കോൺട്രാക്ട് കോസ്റ്റിംഗ് ദ പ്രൈസ് ഇസ് പെയ്ഡ് ഇൻ ഇൻസ്റ്റാൾമെൻറ്റ്സ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ പ്രോഗ്രഷൻ ഓഫ് ദ വർക്ക്. ഇപ്പോൾ ഒരു വർക്ക് ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 1 കോടി 5 കോടിൻ്റെയൊക്കെ വർക്കാണ് ഏറ്റെടുക്കുന്നതെന്ന് വെച്ചാൽ അത് മുഴുവൻ കോൺട്രാക്ടറെ കയ്യിൽ നിന്ന് എടുക്കാനൊന്നും ഉണ്ടാവില്ല. അപ്പം തീരുന്നതിനനുസരിച്ചിട്ട് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് കോൺട്രാക്റ്റ് കൊടുത്തുകൊണ്ടേയിരിക്കും. അപ്പോൾ യൂഷ്വലി പേയ്മെൻറ്റ് ഇസ് മെയ്ഡ് ഇൻ ഇൻസ്റ്റാൾമെൻറ്റ്സ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ പ്രോഗ്രസ് ഓഫ് ദി വർക്ക്. ബട്ട് ഇൻ ജോബ് കോസ്റ്റിംഗ് ദ സെല്ലിംഗ് പ്രൈസ് ഓഫ് എ ജോബ് ഇസ് പെയ്ഡ് ആഫ്റ്റർ ദി കംപ്ലീറ്റിംഗ് ദ ജോബ് ഇൻ ഫുൾ. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്, ഇപ്പോൾ ഒരു ഫർണിച്ചർ ഉണ്ടാക്കാൻ ഏറ്റെടുക്കുന്ന ആ ഫർണിച്ചറിൻ്റെ പണി കഴിയുന്നതോടുകൂടി അത് വീട്ടിലെത്തിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ കോൺട്രാക്റ്റ് എന്ത് ചെയ്യുന്ന പറയുന്നത് എല്ലാ കാശും കൊടുക്കും. ഇനി പ്രോഫിറ്റ് ഏൺഡ് ഓൺ എ ജോബ് ഇസ് എൻറ്റേർലി ടേക്കൺ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അതായത് ഒരു ജോബിൽ നിന്ന് ഇപ്പോൾ കോൺട്രാക്ട് പ്രൈസ് ഒരു 10,000 വന്ന് അത് വിറ്റത് 12,000 രൂപയ്ക്കാണെങ്കിൽ ആ 2,000 rupees പ്രോഫിറ്റ് ഇസ് ടേക്കൺ ടു profit and loss account. But in case of incomplete contract, only proportionate profit is taken to profit and loss account. നേരത്തെ പറഞ്ഞല്ലോ നോഷണൽ പ്രോഫിറ്റ്. നോഷണൽ പ്രോഫിറ്റ് മൊത്തമായിട്ട് അതൊരു ആക്ച്വൽ പ്രോഫിറ്റ് അല്ല. അപ്പോൾ അതിൻ്റെ പ്രൊപ്പോർഷനേറ്റ് എമൗണ്ട് നമ്മൾ എന്താക്കുന്നുള്ളൂ, ഇറ്റ് ഈസ് ക്രെഡിറ്റഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ക്ലിയർ ആണോ? സോ ദീസ് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ കോൺട്രാക്ട് കോസ്റ്റിംഗ് ആൻഡ് ജോബ് കോസ്റ്റിംഗ്. നാളെ നമുക്ക് ഏതൊക്കെ അക്കൗണ്ട്സ് ആണ് കോൺട്രാക്ട് കോസ്റ്റിങ്ങിൽ വരുന്നത് എന്നുള്ളത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.